ഇനിയിപ്പോ എന്താ ചെയ്യലേ? ഇന്നലെ ഞാന് ഒരു വീഡിയോ PMA സലാം സാഹിബിന്റെ പ്രസ്താവന ജിഫിരി മുത്തുക്കോയ തങ്ങൾക്കെതിരെ നടത്തിയ പ്രസ്താവനക്കെതിരെ അത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. എന്റെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കിയാൽ രണ്ടാമത്തെ വീഡിയോ ആയിരിക്കും അത്. ഇതാ, എല്ലാ സന്തോഷങ്ങളും തല്ലിക്കെടുത്തിക്കൊണ്ട് കേവലം ഒരു സൈബർ പോരാളി. അപ്പൊ അതിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ഇടുകയാണ്, ലീഗിന്റെ സൈബർ പോരാളി. പിണറായി വിജയനെ പറഞ്ഞതിൽ ആർക്കാണ് ഇത്ര ചൊറിച്ചില്? പാണക്കാട് തങ്ങൾ അനുഗ്രഹിച്ച് അയച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ അതേപോലെ തോറ്റ സ്ഥാനാർത്ഥിയെ അയച്ചത് അനുഗ്രഹിച്ചയച്ചത് പിണറായി വിജയനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെങ്ങനെ ന്യായീകരിച്ചുകൊണ്ട് വരുന്നുണ്ട്. എനക്ക് തന്നെയാണ്, കുത്തിത്തിരിപ്പ് തന്നെയാണ്. അത് കഴിഞ്ഞു നോക്കുമ്പോണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് PMA സലാം സാഹിബിന്റെ ആ പ്രസ്താവനയെ തള്ളിക്കൊണ്ടുള്ള വാർത്താ സമ്മേളനം കണ്ടു. വളരെയധികം സന്തോഷം തോന്നി. നല്ല രീതിയിൽ ഒരു പാർട്ടി നേതൃത്വം എടുക്കേണ്ട തീരുമാനം തന്നെ. അതിനുശേഷം യൂത്ത് കോൺഗ്രസിന്റെയും മറ്റുമൊക്കെ തള്ളിക്കൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രസ്താവനകളും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതിനൊക്കെ ന്യായീകരിക്കുന്ന അത്തരം ആളുകളുടെ ഒരു മാനസിക അവസ്ഥ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ തള്ളിപ്പറയുന്ന രീതിയിൽ പ്രസ്താവന നടത്തി. അത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന ആളുകളെ മുഴുവനും പച്ചത്തെറി വിളിക്കുക, അങ്ങനെയുള്ള മനോഭാവത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് എത്ര കമന്റാണെന്ന് നിങ്ങൾ ലീഗിന്റെ സൈബർ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ആശയത്തെ നിങ്ങളെ തെറിവിളി കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ അസഹിഷ്ണുത കൊണ്ടോ വോട്ടടക്കം കഴിയില്ല സുഹൃത്തുക്കളെ. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, വളരെ സന്തോഷകരമായി മതേതര ചേരികൾ ഒന്നിച്ചു നിന്ന് BJPയുടെ താമരത്തണ്ടൊക്കെ ഒടിച്ച് ചവിട്ടിക്കൂട്ടി ഒഴിവാക്കി അതിന്റെ സന്തോഷം ഇങ്ങനെ ആഹ്ലാദം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് ഒരു ലീഗ് രാഷ്ട്രീയത്തിന്റെ നേതൃത്വം എന്നുള്ള നിലക്ക് PMA സലാം സാഹിബിന്റെ ആ പ്രസ്താവന അത് അക്ഷരാർത്ഥത്തിൽ ഖേദകരമായി പോയി എന്ന് തന്നെയാണ് പറഞ്ഞത്. എല്ലാവരും അത് മനസ്സിലായി കഴിഞ്ഞു. അപ്പൊ അത് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ഈ സൈബർ ആക്രമണം നടത്തുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഇതിന്റെ കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ പോലും നിങ്ങളുടെ ബുദ്ധിക്ക് കഴിയുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഏതായാലും കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ആ ഒരു ഇടപെടൽ, അതിന്റെ ആ ഒരു പ്രസ്താവന, പിണറായി വിജയനെ പറഞ്ഞതിനെന്തിനാ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതിനെ തള്ളണെന്തിനാ? എല്ലാവർക്കും അറിയാം അത് പിണറായി വിജയനെ കുറിച്ചല്ല, അത് ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒളിയമ്പ് തന്നെയാണെന്ന് അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതിൽ ഇടപെട്ടത്. വളരെ സ്വാഗതാർഹമാണ്. അതൊക്കെ അപ്പൊ തന്നെ അതിനുള്ള എന്താ പറയാ നടപടി, പ്രസ്താവന അത് എടുക്കണം, ഇടപെടൽ ഉണ്ടാകണം. അത് ഉണ്ടായി എന്നുള്ളത് സന്തോഷകരം തന്നെയാണ്. പിന്നെ ഒരാൾ ചോദിച്ചു, എനിക്ക് PMA സലാം സാഹിബിനെ പറ്റി എന്തറിയാം? എനിക്ക് നല്ലോണം അറിയാം. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തോട് ബാംഗ്ലൂർക്ക് പോയിങ്ങാണ്ടേ അവിടെ മറവ് ചെയ്യപ്പെട്ട ആ മഹാനായ ലീഗിന്റെ നേതാവിന്റെ മക്ബറയിൽ ചെന്നുകൊണ്ട് മാപ്പ് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ വന്ന് ലീഗ് പിരിച്ചുവിടണമെന്ന് പ്രസംഗിച്ച PMA സലാം സാഹിബിന്റെ ആ ഒരു പ്രസംഗവും മറ്റുള്ള നിലപാടും ഒക്കെ കൃത്യമായി ബോധ്യമുണ്ട്. പിന്നീടാണ് പിന്നെ ലീഗിന്റെ ഈ പറയുന്ന സ്ഥാനത്തേക്ക് വന്നതും എന്ന് ബോധ്യമുണ്ട്. അപ്പൊ നിങ്ങളിങ്ങനെ പറയും യാസർ ലീഗിനെതിരെയാണ് എപ്പോഴും പറയാ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ലീഗിന്റെ ചില നയങ്ങളോട് ചില നടപടികളോട് ആശയപരമായ വിയോജിപ്പുണ്ടെങ്കിൽ അത് മാന്യമായി അവതരിപ്പിക്കാറുണ്ട്, ശരിയാണ്. അല്ലാതെ മുസ്ലിം ലീഗിന് എന്ന പാർട്ടി മോശമാണെന്നോ അത് ഇവിടെ ഒഴിവാക്കി ഇവിടെ വന്ന് കേരളത്തിൽ വന്ന് മാപ്പ് പറഞ്ഞ് പിരിച്ചുവിടണമെന്നോ എന്നൊന്നും യാസർ പൂക്കോട്ടുംപാടം പറഞ്ഞിട്ടില്ല, പ്രസ്താവന നടത്തിയിട്ടില്ല. ഇന്ന് അതൊക്കെ പ്രസ്താവന നടത്തി പ്രസംഗിച്ച ആളാണ് ഇപ്പൊ നിങ്ങളെ ഈ പറയുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള ബോധ്യം ഇങ്ങക്കില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലോണം ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ പറയിപ്പിക്കുന്നതാണ്. അപ്പൊ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മള് ഒരു വിഷയത്തെ നമ്മൾ പൊതുസമൂഹം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് കേവലം സൈബർ പോരാളിയേക്കാൾ അധപ്പതിച്ചുകൊണ്ടുള്ള PMA സലാം സാഹിബിന്റെ ആ പ്രസ്താവനയെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. അതിനാണ് നിങ്ങൾ ഈ കടന്ന് ഊരേണ്ടതും. ഇനി കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ നിങ്ങൾ എന്താ പറയാ? നിങ്ങൾ പോയിട്ട് മൂപ്പരെയും നല്ലോണം പറയും, എന്താ നിങ്ങൾക്ക് പിണറായി വിജയനെ പറഞ്ഞതിന് എന്താ നിങ്ങൾക്ക് ഇത്ര പ്രശ്നം? അത് തള്ളേണ്ട ആവശ്യമുണ്ടോ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കി. എവിടെയായി ചോദിക്കാൻ കഴിയില്ലല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് തിരിയുന്നുള്ളൂ സംഗതി എന്താന്നുള്ളത്, അതിന്റെ ഗൗരവം. ഇതൊക്കെ കൃത്യമായി നോക്കി മനസ്സിലാക്കുന്ന ആളുകൾക്ക് നല്ലോണം തിരിയും സുഹൃത്തുക്കളെ. നിങ്ങളെ മാതിരി ഇതിങ്ങനെ തരിപ്പ് പോയി ഇങ്ങോട്ട് കിടക്കുമ്പോ ഇതിനൊക്കെ പ്രശ്നമാണ്. നമുക്ക് രാഷ്ട്രീയമൊക്കെ വേണം, വേണ്ടെന്നല്ല, നല്ല രാഷ്ട്രീയം തന്നെയാണ്. പക്ഷെ ഇതൊക്കെ വേറൊരു കോലത്തിൽ കൊണ്ടുപോയി കണ്ട് ഛിദ്രത ഉണ്ടാക്കുന്ന പണിയല്ല സംസ്ഥാന നേതൃത്വങ്ങളൊന്നും എടുക്കേണ്ടതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ PMA സലാം സാഹിബ് ആരാന്നറിയോ? ഒത്തിരി നല്ലോണം അറിയാം. നമുക്ക് നല്ല രാഷ്ട്രീയം കൃത്യമായി നോക്കുന്ന എല്ലാവർക്കും അറിയാം PMA സലാം സാഹിബ് എന്തായിരുന്നു എന്നും എവിടുന്ന് വന്നു എന്നും വരുന്നതിന്റെ മുമ്പ് എന്തായിരുന്നു എന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഏതായാലും പിണറായി വിജയനെ അല്ല എന്നുള്ളത്
കുഞ്ഞാലിക്കുട്ടി സാഹിബിന് തന്നെ നല്ല ഉത്തമ ബോധ്യത്തിൽ വന്നിട്ട് പൊതുസമൂഹത്തിനോട് അതിനെ തള്ളിക്കളഞ്ഞ സ്ഥിതിക്ക് എല്ലാ ലീഗിന്റെ സൈബർ പോരാളികളോട് പിരിഞ്ഞു പോകേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി.